നമുക്കിന്ന് പ്രതികൂല കാലാവസ്ഥയാണ് ഇവിടെ. എന്നിരുന്നാൽ തന്നെ എല്ലാവരും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനെത്തി. അതിൽ വളരെ സന്തോഷം. നമ്മുടെ ഉദ്ഘാടന ചടങ്ങിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യ കോന്നി MLA അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ, നമ്മുടെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ്, ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പറക്കോട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി MB മണിയമ്മ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ബീന പ്രഭ, ബ്ലോക്ക് മെമ്പർമാരായിട്ടുള്ള ശ്രീ PV ജയകുമാർ, ശ്രീമതി സുജ അനിൽ, പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി മിനി എബ്രഹാം, ഈ വാർഡിൻ്റെ മെമ്പർ ശ്രീ PS അരുൺ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് വാർഡ് മെമ്പർമാർ, അതോടൊപ്പം തന്നെ കുടുംബശ്രീ അംഗങ്ങളെ. കലഞ്ഞൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വികസന കുതിപ്പിലേക്ക് കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് മാറുന്നു എന്നുള്ളത് ഇതിനു മുൻപ് തന്നെ നമ്മുടെ ഒട്ടനവധി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന വേദിയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. മാറ്റത്തിനനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയിലും വലിയ മാറ്റം രൂപപ്പെടുത്തിയെടുക്കേണ്ടതാണ് അംഗൻവാടി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിൽ ഒരു സ്മാർട്ട് അംഗൻവാടി നമുക്ക് ആവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വകുപ്പ് മന്ത്രി അതിന് മുൻകൈയെടുത്ത് വകുപ്പിൻ്റെ ഫണ്ടായിട്ടുള്ള 17 ലക്ഷം രൂപയും ബ്ലോക്ക് ശ്രീ മനോജ് കുമാർ ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ 3 സെന്റ് സ്ഥലം 3 അംബിക സദനമാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കും. ഒരുപക്ഷെ ഇന്ന് ഈ സമയത്ത് ഇവിടെ എത്തുമോ എന്ന് എനിക്കും ആശങ്കയുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ തിരക്കിയപ്പോൾ രാവിലെ സമയത്താണ് വീട്ടിലേക്ക് എത്തിയത്. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഓടി കേരളമാകെ ഓടി നടന്ന് കഠിനാധ്വാനത്തിലൂടെ നമ്മുടെ ആരോഗ്യ രംഗത്ത് ദീർഘവീക്ഷണത്തോടെ ഇടപെടൽ നടത്തുന്ന നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള ആരോഗ്യവകുപ്പ് മന്ത്രിയെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാൻ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.
ഇവര് നമ്മുടെ ആശാപ്രവർത്തകയും അവിടെ ഉണ്ടാകും. അപ്പോൾ 3 വാർഡുകൾക്ക് ചേർന്നൊരു ജനകീയാരോഗ്യ കേന്ദ്രം. നമുക്ക് ഇത്രയും പേർക്ക്, സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, നമുക്കൊന്ന് BP നോക്കണോ? ആരോഗ്യ കേന്ദ്രത്തിൽ പോകണ്ട, കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പോകണ്ട, ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ പോയാൽ മതി. മെഡിക്കൽ കോളേജിൽ പോകണ്ട, താലൂക്ക് ആശുപത്രിയിൽ പോകണ്ട, ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ പോയാൽ മതി. ഡയബറ്റീസ് ഒന്ന് നോക്കണോ? രാവിലെ ഇച്ചിരി ഷുഗർ കൂടിയോന്ന് സംശയമുണ്ടോ? നമുക്കതിന്റെ സൗകര്യം ഇല്ലേ വീട്ടിൽ? ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ പോയി നമുക്കൊന്ന് പരിശോധിക്കാം. അവിടെ ജീവിതശൈലി രോഗങ്ങളുടെ മരുന്നുകൾ നമുക്ക് കിട്ടും. ആഴ്ചയിൽ ഒരു ദിവസം ചൊവ്വാഴ്ച സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലിനിക്കാകട്ടോ. നമുക്ക് നമ്മുടെ ശാരീരികാവസ്ഥ അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക ക്ലിനിക്ക് സംസ്ഥാനത്തെ എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും എല്ലാ ആഴ്ചയിലും ചൊവ്വാഴ്ച നടത്തപ്പെടുന്നുണ്ട്. അടുത്ത ആഴ്ച കൂടി ആകുമ്പോൾ നമ്മുടെ ജനകീയ ആരോഗ്യ കേന്ദ്രം പൂർണ്ണമാകും. 55 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് അതവിടെ പണിയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ മാറ്റങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷത്തോടെ നമ്മൾ കാണേണ്ടതാണ്. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് ഇപ്പൊ സൗജന്യ ചികിത്സ, മുമ്പ് നമുക്കൊരു ജില്ലയിൽ ഒരു ഹൃദ്രോഗ ചികിത്സ ഉണ്ടായിരുന്നില്ല സർക്കാർ സംവിധാനത്തിൽ. നമ്മൾ പ്രൈവറ്റിൽ ഓടണമായിരുന്നു, അല്ലെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം, അല്ലെ പ്രൈവറ്റ് ആശുപത്രികളിൽ കൊണ്ടുപോകണം. ഇന്ന് ആ സംവിധാനം നമ്മുടെ സർക്കാർ മേഖലയിൽ ആശുപത്രികളിൽ ഉണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും ഇത് കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ആ കൂട്ടായിട്ടുള്ള പ്രവർത്തനം നാടിനു വേണ്ടിയിട്ടുള്ളതാണ്. ഇത്രയും ഒരുമിച്ച് ഇതിനു വേണ്ടി നിന്ന് വളരെ ദീർഘവീക്ഷണത്തോടെ ഇടപെടുന്ന ബഹുമാന്യനായിട്ടുള്ള MLA, അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ്, എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു കാര്യം കൂടി കേട്ടോ, ബഹുമാനപ്പെട്ട MLA എന്നോട് പറഞ്ഞു, അതോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റും പറഞ്ഞു, നമുക്ക് 2 അങ്കണവാടി കൂടി കെട്ടിടമില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും അതുകൂടി നമുക്ക് പരിഗണിക്കാവുന്നതാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിക്കും. നമുക്ക് വർഷങ്ങളായി അറിയാം, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. ആർക്കു വേണ്ടിയും ഇതേപോലുള്ള സഹായങ്ങൾ ചെയ്യുന്ന ആളാണ്. ഇതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഇവിടെ വിവരിക്കുന്നില്ല. അന്ന് കല്ലിടിയിൽ വന്നപ്പോൾ ഞാനായിട്ടൊരു വിഷയം അവിടെ ഉണ്ടാക്കിയാൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെ സോൾവ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. ബ്ലോക്ക് പഞ്ചായത്ത് അന്നുണ്ടായിരുന്ന പ്രസിഡന്റ് റാണി മാഡത്തെ ഒരുപാട്